അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് ചെന്ന സമയത്ത് പുള്ളിക്കാരൻ നടന്നു വന്നിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. പെട്ടെന്ന് കത്തിയെടുത്ത് കഴുത്തിന്റെ നേർക്ക് വെക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ചെറുതായിട്ട് മുറിഞ്ഞു പോറന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തട്ടി മാറ്റിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കൈയെടുത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മതിലിനോട് ചേർത്ത് നിർത്തി വയറ്റത്ത് കുത്തു. കോടതി വളപ്പിൽ യുവതിയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കൊല്ലം ആൽത്തറമൂട്ടിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അടുത്തുള്ള റോഡിന് സമീപത്ത് വച്ചാണ് യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കാവനാട് മുക്കാട് സ്വദേശി ബിൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഭാര്യയായ റീനയ്ക്കും കഴുത്തിലും കൈക്കും പരിക്കേറ്റു. ബിൻസിയും റീനയും തമ്മിൽ 2.5 വർഷക്കാലമായി കുടുംബ പ്രശ്നത്തിൻ്റെ ഭാഗമായി രണ്ടിടങ്ങളിലാണ് താമസിച്ചു വന്നത്. മത്സ്യത്തൊഴിലാളിയായ ബിൻസി പലപ്പോഴും മദ്യപിച്ചെത്തി റീനയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ പോലീസിൽ പരാതിയും നൽകി. കേസിൻ്റെ ഭാഗമായി കോടതിയിൽ ഹിയറിംഗിനെത്തിയ ശേഷം ഇരുവരും കോടതിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കായിരുന്നു വക്കീലിനൊപ്പം നടന്നു വന്ന റീനയെ മതിലിൽ ചേർത്ത് നിർത്തി കഴുത്തറുക്കുവാൻ ശ്രമിച്ചത്. തടയാൻ ശ്രമിച്ചപ്പോൾ കൈക്കും പരിക്കേറ്റു. പിന്നീട് വയറ്റിലേക്ക് കത്തികുത്തി ഇറക്കാനായി പാഞ്ഞെടുത്തു. ഇതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് ബിൻസിയെ കീഴ്പ്പെടുത്തി. കൈക്കും കഴുത്തിനും സാരമായി പരിക്കേറ്റ റീനയെ പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു. കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. അപ്പൊ കേസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിക്കാണ് അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഞാൻ എന്റെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു മതിലിനോട് ചേർന്ന്. അപ്പൊ ഞാൻ വണ്ടി എടുക്കാനായിട്ട് എന്റെ കൂടെ ദീപിക ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ്. അപ്പൊ വണ്ടി എടുക്കാനായിട്ട് ചെന്ന സമയത്ത് പുള്ളിക്കാരൻ നടന്നു വന്നിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. പെട്ടെന്ന് കത്തിയെടുത്ത് കഴുത്തിന്റെ നേർക്ക് വെക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ചെറുതായിട്ട് മുറിഞ്ഞു പോറന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തട്ടി മാറ്റിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കൈയെടുത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മതിലിനോട് ചേർത്ത് നിർത്തി വയറ്റത്ത് കുത്തു. ചെറുതായിട്ട് കൊണ്ടുപോളൂ. അപ്പോഴത്തേക്ക് ഞാൻ കയറി പിടിച്ചപ്പോഴാണ് കൈ മുറിഞ്ഞത്. ഞങ്ങള് 2.5 വർഷമായിട്ട് സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ സംബന്ധമായ കേസുകളുണ്ട്. അതിനിപ്പം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. റിട്ടേൺ കംപ്ലൈന്റ് ഞാൻ കൊടുത്തിട്ടില്ല. അവര് കേസ് എടുക്കുകയായിരുന്നു. പിന്നെ എന്നോട് ചെന്ന് മൊഴി കൊടുത്താൽ മതിയെന്ന് ഓഫീസേഴ്സ്, ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഓഫീസേഴ്സ് വന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്ന് മൊഴി കൊടുത്തു. പിന്നെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. അവര് നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വെള്ളവടിയാണ് മെയിൻ. അപ്പോ എപ്പോഴും മദ്യപിച്ചിട്ട് വന്നിട്ട് അക്രമവാസന ഉള്ള കൂട്ടത്തിലാണ്. എപ്പോഴും എന്തെങ്കിലും എടുത്ത് നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം. പിന്നെ വസ്തുവിന്റെ മേലൊരു തർക്കമുണ്ട്. അതെന്താന്ന് വെച്ചാൽ പ്രോപ്പർട്ടി വാങ്ങിച്ച സമയത്ത് വീട്ടിൽ നിന്ന് പൈസ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരുടെയും കൂടെ പേരിൽ വാങ്ങാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ സമയമായപ്പോ അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. എന്നാൽ പ്രോപ്പർട്ടി വാങ്ങി 8 മാസം കഴിഞ്ഞതോടെ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, എന്നെയും കുട്ടികളെയും എന്റെ പേരൻസിനെയും സഹിതം. പക്ഷേ അതിനുശേഷമാണ് ഞങ്ങൾ കോടതിയിൽ കേസിന് പോയത്. എന്ന് വെച്ചാൽ ആ ഒരു പൈസ നമുക്ക് തിരിച്ചു കിട്ടണം എന്നായിരുന്നു ഡിമാൻഡ്. പക്ഷേ പുള്ളിക്കാരൻ അത് സമ്മതിച്ചില്ല. പിന്നെ കേസ് നീണ്ടുപോയി. അതിന്റെ ഇടയ്ക്ക് ഒരു തവണ എന്നെ വീട്ടിനടുത്ത് വെച്ച് എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കാവനാട് പോലീസ് സ്റ്റേഷന്. അത് കഴിഞ്ഞ മെയ് 20-നായിരുന്നു. പക്ഷേ ആ കേസ് ഞാൻ പിൻവലിച്ചു. ഇനിയും കുട്ടികളെ എന്നെ ഉപദ്രവിക്കാൻ വരില്ല എന്ന നിബന്ധനയോടെ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഇപ്പൊ വീണ്ടും ഉപദ്രവം തുടങ്ങിയപ്പോഴാണ് ഞാൻ